പെരുമ്പാവൂർ വാഴക്കുളം പാരിയത്ത് കാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്തെത്തിയത്. 8 കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയാണ് ഒഴിപ്പിക്കുന്നത്. കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പെരുമ്പാവൂരിൽ നിന്ന് അഖിൽ പാലോട്ട് മഠമൊപ്പം ചേരുന്നു. അഖിൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചെങ്ങറയിലും അരിപ്പയിലും ഒക്കെ തന്നെ ഭൂസമരം കണ്ടവരാണ് കേരളത്തിലെ പൊതുസമൂഹം. ആ തരത്തിലാണ് ഇപ്പോൾ പെരുമ്പാവൂര് വില്ലേജിലെ, അതായത് വാഴക്കുളത്ത്, പെരുമ്പാവൂർ വാഴക്കുളം വില്ലേജിലെ വാര്യത്തുകാവിൽ ഉള്ള പുറമ്പോക്കിൽ താമസിക്കുന്ന ഏകദേശം വരുന്ന കുറച്ച് ജനങ്ങൾ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് 7ാം തവണയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഈ വസ്തു അവരുടെ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയത്. പക്ഷേ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് സ്ത്രീകളടക്കമുള്ള, പ്രായം ചെന്നവരടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ആ സമരം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രായം ചേർന്ന അമ്മമാർ പോലും നിരത്തിരുന്ന് ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ സമരക്കാർ പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു തരത്തിലുമുള്ള നോട്ടീസ് നൽകിയല്ല ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള അതല്ല എന്നതാണ് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് പോലെ അവർ പറയുന്നത് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു, പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നുള്ളൊരു നിലപാടാണ് അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ എടുത്തത്. നമുക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ജുഡീഷ്യൽ കമ്മീഷനായിട്ടുള്ള ഈ അഭിഭാഷക കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയപാൽ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഇവർ സമരക്കാർ പ്രതിഷേധത്തിലുമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് അഭിഭാഷക കമ്മീഷന്റെ അടുത്തൊരു നിലപാട്? പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ കോടതി ഉത്തരവ് പാലിക്കണം, പോലീസും അതുപോലെ തന്നെ ADM-ഉം ഉത്തരവ് പാലിക്കണമെന്നാണ് അഭിഭാഷക കമ്മീഷൻ. അതെ അതെ. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഒരു തരത്തിലുമുള്ള നോട്ടീസ് നൽകിയല്ല അഭിഭാഷക കമ്മീഷൻ വന്നതെന്ന്. ശരിയല്ല. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, ശരിയല്ല. ഇവർ ഈ പറയുന്ന ഈ 5 വീട്ടുകാർക്കും നോട്ടീസ് മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തേക്കാം. പരാതിയുള്ളവർ കോടതിയെ സമീപിക്കണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും കോടതിയെ പരീക്ഷിക്കാം. കോടതിയിൽ ചെന്ന് ചെല്ലാം. കോടതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇന്ന് ഈ ഒഴിപ്പിക്കൽ നടപടി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അഭിഭാഷക കമ്മീഷൻ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ ഒരു നിലപാടാണോ? ഞങ്ങളോട് ഇന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവ് തന്നേക്കണാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഒഴിപ്പിക്കാൻ. ഈ കോടതി സമയം വരെയാണോ, അത് കഴിഞ്ഞായാലും ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി? ഡിപ്പെൻസ്, അതൊന്നും പറയാൻ പറ്റില്ല. കൃഷ്ണരാജ്, ഇപ്പോൾ ഇവിടെ അഭിഭാഷക കമ്മീഷൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ EV അബ്ബാസോട് നമ്മൾ, സാർ, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഡെപ്യൂട്ടി കളക്ടർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചുമതലയോടെയുള്ള അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം വളരെ ഭീതികജനകമാണ്. അപ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, നോക്കാം. അതേപോലെ ഈ പുറമ്പോക്ക് ഭൂമിയാണ്, റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. ഇത് സർക്കാരിന്റെ കയ്യിൽ അതിന്റെ രേഖകൾ, ഇതിനു വേണ്ടി അവകാശം ഉന്നയിച്ച ആളിന്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇപ്പോഴും ഡെപ്യൂട്ടി കളക്ടർ ചർച്ച നടത്തുന്നുണ്ട്. അവർ പോലീസുമായി ആ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ആ ലോ ആൻഡ് ഓർഡർ പ്രശ്നം അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് സമരക്കാരുമായും കൂടി സംസാരിച്ചാൽ, സമരക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഇത് കോടതിയുടെ ഉത്തരവുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ നിലപാടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജുഡീഷ്യൽ അഭിഭാഷക കമ്മീഷൻ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് അവരുടെ തീരുമാനമെന്നാണ്. സമരം ഇങ്ങനെ തുടർന്നു പോകാനാണോ തീരുമാനം? സമരം തുടരേണ്ടി വരും. സമരത്തെ സംബന്ധിച്ച് ഞങ്ങൾ അഭിഭാഷക കമ്മീഷനെ തടയാനോ ബലം പ്രയോഗിക്കാനോ അദ്ദേഹത്തെ ആക്രമിക്കാനോ ഒന്നും ഉദ്ദേശമില്ല. 15/1/2025 ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിൽ വിധി നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഉത്തരവിൽ മാൻഡേറ്ററി ആയിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. അത് അഡ്വക്കേറ്റ് കമ്മീഷൻ നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് സെർവ് ചെയ്യണം
ദാറ്റ് ഈസ് ദി മാൻഡേറ്ററി ഡയറക്ഷൻ ഓഫ് ദി ഓണറബിൾ മുനിസിപ്പൽ കോർട്ട്. ഈ അഭിഭാഷക കമ്മീഷൻ പറയുന്നത് ഈ ഒഴിപ്പിക്കാൻ പോകുന്ന ആൾക്കാർക്കെല്ലാം നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ പറയുന്നവർക്കല്ല, സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ സർവേ ആക്ടിൽ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി സർവേ ആക്ട് ഇറ്റ് ഈസ് എ മാൻഡേറ്ററി ഡയറക്ഷൻ. നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് കൊടുക്കണം വിത്ത് ദി ഇൻറ്റിമേഷൻ ആൻഡ് ദി കൺസെൻറ്റ് ഓഫ് ദി നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ്. സർവേ നടത്താൻ പാടുള്ളൂ. ഇത് 15/1/2025 മുനിസിപ്പൽ കോടതി, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് അനുസരിച്ച് നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സിന് നോട്ടീസ് കൊടുക്കാതെയാണ് ഈ കലാപരിപാടികൾ. നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ്, ഇവിടെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർക്ക് ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതി അവധിയാണ്. അവർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഈ കോടതിയിൽ ഈ കേസിൽ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ മുൻപാകെ ഇവർ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഏത് കോടതി ഉത്തരവ് നടപ്പിലാക്കുമ്പോഴും വിത്ത് ഡ്യൂ പേഷ്യൻസ്, അങ്ങനെയല്ലേ ചെയ്യാൻ പാടുള്ളൂ. 8 കുടുംബത്തിലെ പെരുവഴിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് വരുമ്പോൾ ആ ഉത്തരവ്, ഇത് ഈ കാണുന്ന പെരിയാർ വാലിയുടെ കനാലാണോ? ഈ പെരിയാർ വാലിയുടെ കനാലിൻ്റെ ഓരത്താണ് ഈ പാവങ്ങൾ വീട് വെച്ച് കിടക്കുന്നത്. ഇത് സർവേ നിയമാനുസരണം സർവേ പൂർത്തിയാകാതെ ഈ വാദികൾ കൊടുത്തിട്ടുള്ള കേസിൽ ഉൾപ്പെട്ട പ്രോപ്പർട്ടിയിലാണ് ഇവർ താമസിക്കുന്നതെന്ന് എങ്ങനെ കണ്ടെത്താനാവും? ഇത് പെരിയാർ വാലി പുറമ്പോക്കാണെങ്കിലോ, സർക്കാരിൻ്റെ പുറമ്പോക്കാണെങ്കിലോ അതിൽ നിന്ന് ഈ വാദിഭാഗത്തിന് ഒഴിപ്പിക്കാൻ അവകാശമുണ്ടോ? അപ്പോൾ ഈ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് പകരം കോടതി ഉത്തരവ് ഉണ്ട് എന്നുള്ളതിന്റെ പിൻബലത്തിൽ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്ന നടപടിയാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത്. പാരിയത്തുകാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. അവിടെ നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. അനുവദിക്കില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പെരുമ്പാവൂരിൽ നിന്ന് അഖിൽ പാലോട്ടുമഠം.